എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ പരിചയപ്പെടാനായിട്ട് കൈ നീട്ടി നിൽക്കുവാണ് സ്റ്റാൻലി. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പം അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അലീനെ കൈ കൊടുക്കുന്നില്ല. അലീന ഇങ്ങനെ വിഷമിച്ച് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അന്നേരം സ്റ്റാൻലി തന്നെ പറയും, സോറി, ഞാൻ അന്ന് വന്നപ്പം പരിചയപ്പെടുത്തിയില്ലായിരുന്നു എന്ന്. അന്നേരം കുറച്ച് നേരോട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് വിഷമിച്ച് അലീന അവിടെ നിന്ന് പോവുകയാണ്. അലീനെ പോയി കഴിയുമ്പം സ്റ്റാൻലി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അന്ന് നമ്മൾ അലീനയോട് എന്താണ് കാര്യങ്ങൾ എന്ന് തുറന്ന് പറഞ്ഞില്ലായിരുന്നു, സ്റ്റാൻലിയെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു, നമ്മൾ രണ്ടുപേരും കൂടി അത് മറച്ചു വെച്ചില്ലേ, അതിൻ്റെ ഒരു പരിഭവമാണ് അവൾക്ക് എന്ന് പറയുമ്പം അലീനയോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒളിച്ചു കളിച്ചത് എന്ന്. അന്നേരം എനിക്ക് വേണ്ടി എന്ന് അങ്ങനെ പറയല്ലേ, അന്നത്തെ സാഹചര്യം അതായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അവളോട് ഇത്രമാത്രം പറഞ്ഞു, നിൻ്റെ അച്ഛൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്, ആ സ്റ്റാൻലിയെ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അന്ന് കണ്ടപ്പോൾ കാര്യങ്ങളൊന്നും അവളോട് തുറന്നു പറഞ്ഞില്ല, അതിൻ്റെ ഒരു പരിഭവം അവൾക്കുണ്ട് എന്ന് പറയുമ്പം സ്റ്റാൻലി ചോദിക്കും, അതുകൊണ്ടാണോ പിണങ്ങിപ്പോയത്, ഞാൻ ക്ഷമ പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ ഒരു ചെറു പുഞ്ചിരിയോടെ, പിണങ്ങി എങ്ങോട്ട് പോകാനാ, ഇവിടെ തന്നെ കാണും, ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം, പിന്നെ ക്ഷമ അത് ഇനിയും പല സമയം അവളോട് പല തവണയായിട്ട് പല കാര്യങ്ങളിൽ പറയേണ്ടി വരും എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോരുന്നു. ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വരുമ്പം അലീന ആകെ പരിഭവത്തോടെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, എന്താ അലീന എന്ന്. അന്നേരം അലീന പറയുവാണ്, എന്നോട് എല്ലാം മറച്ചു വെച്ചു, എന്നോട് അച്ഛൻ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയും, ഞാൻ നുണ പറഞ്ഞിട്ടില്ല, സത്യം തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ചെയ്തതിന് കാരണമുണ്ട് എന്ന് പറയുവാണ്. അന്നേരം എന്ത് കാരണം, അച്ഛൻ എന്നോടെല്ലാം തുറന്നു പറയായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, അയാൾക്ക് നിന്നെ സ്വീകരിക്കണമെങ്കിൽ അതിന് കുറേ കടമകളുണ്ട്. സിനിമയിൽ കാണുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ മകളെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ മകളാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അയാൾക്കും ഭാര്യയും മക്കളും ബന്ധുക്കളും സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം ഉണ്ട്. അതെല്ലാം നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം അലീന ചോദിക്കും, ഒരു മകളെ അച്ഛനെ സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെ കടമകൾ കിടക്കണം അച്ഛാ എന്ന്. അന്നേരം അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ, അത് നമ്മുടെ സമൂഹമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിയുമ്പം അലീന പറയുവാണ്, അച്ഛൻ എന്നോട് ഇതെല്ലാം തുറന്ന് പറയായിരുന്നു എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് വേണ്ടി കൂടിയാണ്. അയാൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു, അന്ന് നിന്നെ വന്ന് കണ്ട സമയത്ത് അയാൾ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ലായിരുന്നു നിന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന്. ആ സമയത്ത് ഞാനെല്ലാം തുറന്നു പറഞ്ഞിട്ട് പിന്നീട് സ്റ്റാൻലിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു എങ്കിൽ നിന്നെ അത് ഒരുപാട് വേദനിപ്പിച്ചേനെ, അതിലേറെ എന്നെയും അത് വേദനിപ്പിച്ചേനെ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ നിന്നെ സ്വീകരിക്കാം എന്ന് അയാൾ പറഞ്ഞത് ഇന്നലെയാണ് എന്ന് പറയും. അന്നേരം അലീനയ്ക്ക് ആകെ പരിഭവമാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാതെ ഞാൻ എങ്ങനെയാണ് നിൻ്റെ അച്ഛനാണത് എന്ന് പറയുന്നത്, പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ട മനുഷ്യനാണ് ആ നിൽക്കുന്നത്. എനിക്ക് അയാളോട് യാതൊരു സ്നേഹവും അടുപ്പവും ഇല്ല, അത് കാണുകയില്ല. ഇത്രയൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ അലീന സോറി പറയൂ കേട്ടോ ബാലേന്ദ്രനോട്. ഞാൻ എൻ്റെ അവസ്ഥ മാത്രമേ ചിന്തിച്ചുള്ളൂ, അച്ഛൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചില്ല. പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ട് എന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ അച്ഛാ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. അവരെവിടെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല, അത് നീ തന്നെ ചോദിച്ചറിയണം എന്നും പറയുന്നു. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ബാലേന്ദ്രൻ അലീനയും കൂട്ടി പയ്യെ അകത്തേക്ക് പോവാണ്. അലീനയ്ക്ക് ആകെ വിഷമമാട്ടോ ഇപ്പോഴും. ബാലേന്ദ്രൻ അത്രയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ ചെറിയൊരു സമാധാനമായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയം അവിടെ അടുക്കളയിൽ ആൻ്റപ്പനും പൗലോസും ബജുവും എല്ലാം കൂടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുവാണ്. എവിടെ നിന്നാണ് അവർ വരുന്നത്, ആ പെൺകുട്ടി ആരാണ് എന്നൊക്കെ. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, അത് പാലയിൽ നിന്ന് വന്ന വണ്ടിയാണ്, ആ പെൺകൊച്ച് അയാളുടെ മോളായിരിക്കുമെന്നൊക്കെ. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട്, അതും എനിക്ക് തോന്നുന്നുണ്ട്, അയാളെ അച്ഛ എന്ന പെങ്കുച്ചി വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം അവർക്ക് സംശയം, ആ പെങ്കുച്ചിനെ കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ആ പെൺകുട്ടിക്ക് താമസിക്കാൻ വേണ്ടിയാണ് റൂം റെഡിയാക്കി ഇടാൻ പറയുന്നത്, അങ്ങനെ ഒരു മോളെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോകേണ്ട കാര്യമുണ്ടോ അയാൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ആൻ്റപ്പൻ പറയും, ആ പെങ്കുച്ചിന് ഇവിടുത്തെ കേണൽ സാബിൻ്റെ മൂത്ത മോളുടെ ഒരു ഷേപ്പ് ഉണ്ട് എന്ന്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട്, എങ്കിൽ കേണൽ സാബിൻ്റെ അനിയൻ്റെയോ അനിയത്തിയുടെയോ അങ്ങനെ ആരുടെയും മോളായിരിക്കുമെന്ന്. അന്നേരം അവർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും നാളും എവിടെയായിരുന്നു, ഈ
ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്, എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. ആ പാലക്കാരൻ ഇവിടെ വന്നു പോയതിന് ശേഷം സാബ് ഇത്തിരി ടെൻഷനിലായിരുന്നു. അത് കഴിഞ്ഞ് കേണൽ സാബ് പാലയ്ക്ക് പോയല്ലോ, പിന്നീട് ഈ പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം നമ്മളോട് പറഞ്ഞു. ഇതൊക്കെ കൂടി വായിക്കുമ്പം സാറിൻ്റെ ആരോ ബന്ധുവായിരിക്കും, ചിലപ്പോൾ അകന്ന ബന്ധത്തിലായിരിക്കും ഉള്ള ആളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരവും പൗലോസിന് ബൈജുവിന് അങ്ങ് വിശ്വാസം തന്നെയില്ല. ബൈജു പറയുവാണ്, അങ്ങനെ അകന്ന ബന്ധത്തിലുള്ള പെൺകുട്ടി ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കേണൽ സാബ് റോങ് സൈഡിൽ വണ്ടി ഓടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ, സാബ് അങ്ങനത്തെ ആളൊന്നുമില്ല, നീ അങ്ങനെ പറയണ്ട എന്നൊക്കെ ബൈജു പറയുന്നുണ്ട്. ഇവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചർച്ചകളൊക്കെ നടത്തുന്നു. അപ്പോഴത്തേക്കും അപ്പുറത്ത് സ്റ്റാൻലി വിളിക്കും, ആൻ്റപ്പ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ആൻ്റപ്പൻ അങ്ങോട്ട് പോകുന്നു. ആൻ്റപ്പൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബൈജു പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി എങ്ങനെയുണ്ട് എന്ന്. അന്നേരം നല്ല സൂപ്പർ അല്ലേ, നല്ല ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, കേണൽ സാബിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇങ്ങോട്ട് പെണ്ണുങ്ങളെ ഒന്നും അടുപ്പിക്കാത്ത ആളായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി ഹാളിലോട്ട് വരുമ്പം അവിടെ ബാലേന്ദ്രനും അലീനയും നിൽപ്പുണ്ട്. രണ്ടുപേരുടെ മുഖത്ത് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. അന്നേരം സ്റ്റാൻലി അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും, ഇതെന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയും, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ പോരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചതാണ് എന്ന്. അന്നേരം സ്റ്റാൻലി പറയും, അങ്ങനെ പറയരുത്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിങ്ങളിങ്ങോട്ട് വന്നിട്ട് ഒന്നും കഴിക്കാതെ പോയാൽ ശരിയാകില്ല, ഒരു കോഫിയെങ്കിലും കഴിക്കണം. ഞാൻ അവിടെ വന്നപ്പം കോഫി കഴിച്ചായിരുന്നല്ലോ, പിന്നെ എന്താ ഇവിടുത്തെ ആതിഥ്യ മര്യാദ സ്വീകരിച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, നമ്മൾ തമ്മിൽ അടുക്കാൻ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്നിങ്ങനെ സ്റ്റാൻലി ബാലേന്ദ്രനോട് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ഇത്തിരി ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുവാണേ. അന്നേരം കഴിക്കാച്ച എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീന. അന്നേരം സ്റ്റാൻലി ചോദിക്കും, പിണക്കമൊക്കെ മാറിയോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അങ്ങനെയൊന്നുമില്ല, അവളോട് നമ്മളെല്ലാം മറച്ചു വെച്ചില്ലേ, അതിൻ്റെ ഒരു പരിഭവമാണ് അവൾക്കുള്ളത്, പിന്നെ ഇവളിത്തിരി ഇമോഷണലാണ്, സ്നേഹം ഇല്ലാത്തതും ഉള്ളതും ഒക്കെ അവൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും, അതുകൊണ്ട് സ്നേഹം പുറമേ കാണിച്ച് പോരാ, മനസ്സിലുണ്ടാകണം എന്നുകൂടി പറയുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ഒരു പരിക്കനായ മനുഷ്യനാണ് എന്ന് എപ്പോഴും എൻ്റെ അപ്പച്ചൻ പറയാറുണ്ട്, കുറേ കാലം പട്ടാളത്തിൽ ജോലി ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ ആളുകളോട് അടുക്കാൻ എനിക്കിത്തിരി സമയം വേണ്ടി വരും, അതുകൊണ്ടാണ് അപ്പച്ചൻ അങ്ങനെ പറയുന്നത്. പിന്നെ സ്നേഹം അത് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട്, അങ്ങനെയായിരുന്നു ഞാൻ, പിന്നെ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി ഞാൻ അതൊക്കെ ഒന്ന് ശീലിച്ചെടുക്കണം എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ മുഖം അങ്ങ് മങ്ങുവേ. എന്താണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ബാലേന്ദ്രന് കറക്റ്റായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് അതിനുശേഷം സ്റ്റാൻലി പിന്നെയും വിളിക്കും, ഇങ്ങനെ നിൽക്കല്ലേ, ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവർ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നു. അലീനയ്ക്ക് ഭയങ്കര പരിഭവവും സങ്കടമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുക കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ്റെ കൂടെ അങ്ങ് നടന്നു പോകുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ എത്തിക്കഴിഞ്ഞിട്ടും ഇരിക്കാനൊക്കെ ഒരു മടിയാണ്. അന്നേരം ഇരിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുത്തുന്നു. അത് ഇവർ അങ്ങോട്ട് വരുമ്പോഴേക്കും അവിടെ പൗലോസാണ് കേട്ടോ. പൗലോസിനോട് ഇവർക്ക് രണ്ടുപേർക്കും കോഫി കൊടുക്കാൻ പറയുന്നു. പൗലോസ് കോഫി രണ്ടുപേർക്കും ഒഴിച്ചു കൊടുക്കുവാണ്. അതിൽ പഞ്ചസാരയൊക്കെ കലക്കി അലീന തന്നെ പയ്യെ എടുത്തിങ്ങനെ കുടിക്കുന്നു. കുടിച്ചു കഴിയുമ്പോഴത്തേക്കും മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എന്ത് പറ്റി, ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ, നമ്മൾ പല വീട്ടിൽ നിന്നും പല രുചിയിലുള്ള ചായ ആയിരിക്കും കുടിക്കുന്നത്, പക്ഷേ കോഫിക്ക് അത്രയും പ്രശ്നമില്ല, എല്ലായിടത്തും ഏകദേശം ഒരുപോലെ വരുന്നത് കോഫിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാൻലി അവിടുത്തെ 3 പണിക്കാരെയും വിളിക്കുവാണ്. ആൻ്റപ്പനെയും പൗലോസിനെയും ബൈജുവിനെയും വിളിക്കും. എന്നിട്ട് അവരോട് 3 പേരോടുമായിട്ട് പറയുവാണ്, ഈ ഇരിക്കുന്നത് എൻ്റെ മകളാണ്, നിങ്ങളാരും ഇവളെ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെ ഇപ്പം എങ്ങനെയാണ് പെട്ടെന്നൊരു മകളുണ്ടായത് എന്നുള്ളൊരു സംശയവും നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് എനിക്കറിയാം. എങ്കിൽ കേട്ടോ, 10-23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്ര കണ്ടോൺമെൻറ്റിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയിൽ എനിക്ക് ജനിച്ച മകളാണ് ഇത് എന്ന് പറയുന്നു. എന്നിട്ട് ബാലേന്ദ്രനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹം പാലായിലെ ഒരു ബിസിനസ്സുകാരനാണ്, ഇദ്ദേഹമാണ് എനിക്ക് എൻ്റെ മകളെ കാട്ടിത്തന്നത് എന്നുകൂടി പറയുന്നു. ഇതൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ആകെ ടെൻഷൻ ആവുകയാണ്. വൈജയന്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളുമല്ല. ബാലേന്ദ്രൻ്റെ ആ ടെൻഷൻ കാരണം അലീനയുടെ മുഖത്ത് ആകെ വിഷമം വരുന്നുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി 3 പേരോടും 3 പണിക്കാരോടും പൊയ്ക്കോളാൻ പറയുന്നു. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറയുവാണ്. അവരങ്ങ് പോയി കഴിയുമ്പം സ്റ്റാൻലി ബാലേന്ദ്രനോടും അലീനയോടുമായിട്ട് പറയുവാണ്, ഇത്രയെങ്കിലും അവരോട് പറഞ്ഞു വെക്കണം, അല്ലെങ്കിൽ അവർ ഈ ലോകത്തൊന്നും ഇല്ലാത്ത ഒരു കഥ പറഞ്ഞുണ്ടാക്കും, അത് ശരിയല്ലല്ലോ,
അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരുടെ ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ചായ കുടിക്കുക, അത് കഴിഞ്ഞ് ആ ഇരിക്കുന്നതൊക്കെ എടുത്ത് കഴിക്കുക എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ ജോലിക്കൊക്കെ പണിക്കാരുണ്ട്, വേറെ ജോലിയൊന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ അലീനയോട് പറയുവാണ്, കേട്ടല്ലോ നിനക്കിവിടെ ജോലിയൊന്നുമില്ല, പണിക്കാരായിട്ട് 2-3 പേരുണ്ട്, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നിൻ്റെ ജോലി, അതുകൊണ്ട് ഇപ്പം തന്നെ അതങ്ങ് തുടങ്ങിക്കോ എന്നും പറയുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി പറയും, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ വലിയ ജോലികളൊന്നുമില്ല, പിന്നെ ഭക്ഷണം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗലോസ് ഉണ്ടാക്കി തരും, നേരം പോകാൻ TV കാണാം, പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം, പിന്നെ എൻ്റെ പട്ടികളുണ്ട് അവരോട് കൂട്ടുകൂടാം, അവർ നല്ല സ്നേഹവും കൂറും ഉള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. അതെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ സ്റ്റാൻലിയോട് ഒരു സംശയം എന്നുള്ള രീതി ചോദിക്കുവാണ്, അല്ല അലീന എന്നോടൊരു സംശയം ചോദിച്ചു, താങ്കൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ, അവരെന്തിയെ, അവരിവിടെ അല്ലേ എന്നൊരു സംശയം അവൾ എന്നോട് ചോദിച്ചു എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അവരിവിടെയല്ല താമസിക്കുന്നത്, അവർ അഞ്ചലിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട് ഞാൻ തോട്ടം നോക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ്, ഞാനിവിടെയാണ് താമസിക്കുന്നത്, പിന്നെ ധൃതി വേണ്ട, നമുക്ക് അവരെയൊക്കെ പതിയെ പരിചയപ്പെടാം എന്നും പറയുന്നു അലീനയെ നോക്കി. അന്നേരം അലീന ഇങ്ങനെ പയ്യെ തലയാട്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്നവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. ഭയങ്കര പരിഭവവും സങ്കടവും ഒക്കെയുണ്ട് അലീനയുടെ മുഖത്ത്. ഏതായാലും ഇത്രയും കാണിച്ചു ഇന്നത്തെ കഥ തീരുന്നു. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ബാലേന്ദ്രൻ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണ്. അന്നേരം അലീനയുടെ മുഖത്തൊക്കെ ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, താങ്ക് യു മോളെ എന്ന്. അതുപോലെ ഭയങ്കര വിഷമത്തോടെ തന്നെ ബാലേന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഊന്നുകൂടിയാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്, ഇനി എനിക്ക് എന്ത് സംഭവിക്കുമെന്നും ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ബാലേന്ദ്രൻ പോകുന്നത്. ബാലേന്ദ്രന് ഭയങ്കര സങ്കടമാണ്, അതിലേറെ സങ്കടവും വിഷമവും ഉണ്ട് അലീനയുടെ മുഖത്ത്. ഏതായാലും ബാലേന്ദ്രൻ പോകുന്നതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് അലീനയുടെ അടുത്തേക്ക് ഒന്ന് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്റ്റാൻലി. കഥയിൽ നിന്നും ചെറിയൊരു മാറ്റമുണ്ട്, നോവൽ രീതിയിലും കുറച്ചുകൂടി ഒരു മാറ്റമുണ്ട്, കുറച്ചുകൂടി ഒരു സോഫ്റ്റായ മനുഷ്യനായിട്ടാണ് സ്റ്റാൻലിയെ കാണിക്കുന്നത്. ഏതായാലും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ബാഗൊക്കെ എടുത്തുകൊണ്ട് അകത്തോട്ട് വരുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അലീനയ്ക്കുള്ള ഡ്രസ്സൊക്കെ സ്റ്റാൻലി അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അന്നേരം അലീന പറയുവാണ്, ഞാൻ ജീവിച്ചു പോകുന്ന കാലയളവിൽ എനിക്ക് ഒരു നല്ല ഡ്രസ്സ് ഇടാൻ കൊതി തോന്നിയിട്ടുണ്ട്, കീറിപ്പോയ ഡ്രസ്സ് തുന്നിയിട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്, പലപ്പോഴും ഡ്രസ്സില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, അന്നൊന്നും കിട്ടാത്ത ഡ്രസ്സ് എനിക്ക് ഇന്ന് വേണ്ട എന്നൊരു പരിഭവം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്കും ആകെ വിഷമാകും. ഏതായാലും ഇനി അങ്ങോട്ട് അച്ഛനും ആ പപ്പയും മോളും തമ്മിലുള്ള കുറേ നല്ല നല്ല സീൻസ് ഉണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.